നമസ്കാരം. ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ ക്ഷേത്രായനം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളയത്തപ്പൂപ്പൻ കാവിന്റെ കാഴ്ചകളാണ്. ഇന്ത്യയിലെ മറ്റു ദേവാലയങ്ങളിൽ പ്രഭാതത്തിൽ തുടങ്ങി പ്രദോഷത്തിൽ അവസാനിക്കുന്ന പൂജകളാണെങ്കിൽ ഇതുപോലെയുള്ള അപ്പൂപ്പൻ കാവുകളിൽ എല്ലാ സമയത്തും പൂജകൾ നടത്താം. വരുന്നവരെല്ലാം പൂജാരിമാർ ആകുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളിപ്പോൾ കാണുന്നത് കൊല്ലം ജില്ലയിലെ അച്ചൻകോവിൽ പോകുന്ന വഴിക്കുള്ള ചെമ്പനരുവിയിലെ അപ്പൂപ്പൻ കാവാണ്. അതായത് 999 മലകൾക്ക് അധിപനായ കല്ലേലി അപ്പൂപ്പൻ കാവ്, അതായത് കോന്നി അപ്പൂപ്പൻ കാവിന്റെ ഉപഘടകങ്ങളായ കാവുകൾ ഒരുപാടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അച്ചൻകോവിൽ ചെമ്പനരുവിലെ വളയത്തപ്പൂപ്പൻ കാവ്. അങ്ങനെ ഒരുപാട് യാത്രികർ പോകുന്ന ഒരു വഴിയിലാണ് ഈ കാവ്. പോകുന്നവർക്ക് ഈ വന്യമൃഗങ്ങളുള്ള സ്ഥലമായതിനാൽ പോകുമ്പോൾ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴെല്ലാം ചന്ദനത്തിരി കത്തിക്കുക, നാണയം വെക്കുക, അപ്പൂപ്പന് തലപ്പാവ് കെട്ടുക, ഇതൊക്കെയാണ്. ശിവന് തുല്യമായ ഒരു പ്രാധാന്യമാണ് അപ്പൂപ്പന് നൽകുന്നത്. നമ്മുടെ ഭൂമിയിലെ ഏറ്റവും പരിശുദ്ധവും ഔഷധ ഗുണമുള്ള ഇലകളിൽ ഒന്നാണ് വെറ്റയില. അതിനാലാണ് പവിത്രമായ ഏത് ചടങ്ങുകളിലും ദക്ഷിണ നൽകുവാൻ വെറ്റില ഉപയോഗിക്കുന്നത്. ഇതിനാൽ എല്ലാ അപ്പൂപ്പൻ കാവുകളിലും വെറ്റിലയും അടക്കയും വെച്ചുള്ള ചടങ്ങുകളാണ് നടക്കാറ്. ഏതൊരു ചടങ്ങിനും വെറ്റിലയ്ക്ക് മുഖ്യസ്ഥാനം നൽകുക എന്നത് ഈ കാവുകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. നമ്മൾ ഈ പറയുന്ന ഊരാളി കാവുകൾ, ഈ കല്ലേലി അപ്പൂപ്പൻ കാവിന്റെ ഉപഘടകമായ കാവുകൾ, ഈ വളയത്തപ്പൂപ്പൻ കാവിന്റെ മുന്നിൽ കൂടി പോകുമ്പോൾ ഒരുപാട് വന്യമൃഗങ്ങളുള്ള അച്ചൻകോവിൽ പാതയിൽ കൂടിയാണ് നമ്മൾ കോട്ടവാസൽ വരെ യാത്ര ചെയ്യുക. അപ്പോൾ നമ്മുടെ സുരക്ഷിതത്വം അല്ലെങ്കിൽ വന്യമൃഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഒക്കെ ഒഴിവാൻ ഇവിടെ നേർച്ചയും മറ്റുള്ള ചന്ദനത്തെയും ഒക്കെ നൽകി, ഭസ്മവും ഒക്കെ നൽകി പോകുന്ന ആൾക്കാരെ ദക്ഷിണ വെച്ചിരിക്കുന്ന പൈസയൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ നന്ദിയും ഉപഘടകങ്ങളായ ഗണപതിയും ഒക്കെയുള്ള ഒരു വിശുദ്ധമായ വനപ്രദേശത്തെ ഒരു സ്ഥലമാണ് ഈ വളയത്തപ്പൂപ്പൻ കാവ്. പോകുന്നവർ ചന്ദനത്തിരി കത്തിക്കുക, തൊഴുതിട്ട് പോവുക, മദ്യം വെക്കുക എന്നതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത. എപ്പോഴും ചെന്ന് കഴിഞ്ഞാലും പൂവും പുഷ്പവും ചന്ദനത്തിരിയും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. വനത്തിന്റെ സാമീപ്യം ഉള്ളത് കൊണ്ട് എപ്പോഴും വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ വളയത്തപ്പൂപ്പൻ കാവിന്റെ പരിസരമെല്ലാം. അച്ചൻകോവിലാറിന്റെ തീരത്താണ് ഈ മനോഹരമായ കാവും കാഴ്ചകളും ഒക്കെ. പ്രകൃതിയുടെ മടിത്തട്ടിൽ പീഠങ്ങളിൽ ഇരിക്കുന്ന ദൈവങ്ങളുടെ പ്രതിമകൾ മാത്രമാണ് ഇവിടെയുള്ളത്. പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് അതുപോലെ ഗോത്ര ആചാരമായ കൗളശാസ്ത്ര വിധികൾ അണുവിട തെറ്റാതെയും മുടക്കം കൂടാതെയും അനുഷ്ഠിച്ചു വരുന്ന കാനന ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ഒന്നാണ് വളയത്തപ്പൂപ്പൻ കാവ്. ശബരിമല സീസണുകളിൽ ഇതുപോലെ കാൽനട യാത്രക്കാരായ അയ്യപ്പന്മാർ വിരിവെച്ച് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഭക്തർ വരുന്ന ഒരു സ്ഥലമായി അപ്പൂപ്പൻ കാവ് മാറുകയും അതുപോലെ തന്നെ അയ്യപ്പ ഭക്തരുടെ എല്ലാ കാര്യങ്ങളും പോകുന്ന കാനന യാത്രയിൽ മൃഗങ്ങളെയൊക്കെ തരണം ചെയ്തു പോകുന്നതിനാൽ അവർക്ക് ഏറ്റവും ആശ്വാസം നൽകുന്ന ഒന്നുമാണ് ഈ വളയത്തപ്പൂപ്പൻ കാവ്. അച്ചൻകോവിൽ യാത്രയിൽ ഇതുവഴി പോകുന്ന എല്ലാ ജാതി മതസ്ഥരും ഇവിടെ എത്തി തിരികെത്തിക്കുകയും അപ്പൂപ്പന് നേർച്ചകളും വഴിപാടും ഒക്കെ നൽകുകയും ചെയ്യുക പതിവാണ്. ഏതായാലും പ്രകൃതിയുടെ മഴയും വെയിലും ഏറ്റി നിൽക്കുന്ന കൽപ്രതിമകൾക്കും പല സത്യങ്ങളും പറയാനുണ്ട് എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. വളരെ നല്ലൊരു അന്തരീക്ഷമാണ്. കാവും കളരിയും ഒക്കെ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിനെ മതിക്കുന്ന ഒരു വല്ലാത്ത അനുഭൂതി നൽകുന്ന ഒരു സ്ഥലങ്ങളാണല്ലോ. ഏതായാലും ഇതുപോലെ തന്നെ ഒരുപാട് കാനന ക്ഷേത്രങ്ങളുണ്ട്. കല്ലേലി അപ്പൂപ്പൻ കാവിന്റെ ഉപഘടകങ്ങളായ കാവുകളാണ് പലതും. ഇതുപോലെ കോടമലക്കാവും കച്ചറ അപ്പൂപ്പൻ കാവും ഒക്കെ തൊട്ടടുത്തുണ്ട്. അച്ചൻകോവിൽ വനപാതയിൽ ഇത് കഴിഞ്ഞാൽ വീണ്ടുമുണ്ട് ഒരു കച്ചറ അപ്പൂപ്പൻ കാവും, അത് കഴിഞ്ഞ് ഏറെ പേരെടുത്ത കോടമല അപ്പൂപ്പൻ കാവും. ഇനിയും ഇതുപോലെയുള്ള കാനന ക്ഷേത്രങ്ങളുടെ കാഴ്ചകളുമായി ഗ്രീൻ ഡിവിഷൻ ചാനൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.